നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ MA സോഷ്യോളജി ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ ജെൻഡർ, സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കോഴ്സ് എന്ന ഭാഗത്തെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബർ എന്ന പാഠഭാഗമാണ്. അപ്പൊ ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു പോകുന്ന കുറച്ച് കീ വേർഡുകൾ എന്തെന്ന് വെച്ചാല് ഉൽപാദനം, സ്ത്രീവൽക്കരണം, അതുപോലെ തൊഴിൽ ശക്തി, വിപണി, പുനരുൽപാദനം, അതുപോലെ അനൗപചാരികവൽക്കരണം, ആഗോളവൽക്കരണം തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് കൂടി നമ്മൾ കടന്നു പോകുന്നത്, ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഈ തൊഴിൽ ലിംഗ വിഭജനം, അതാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ ലിംഗഭേദം എന്നത് തൊഴിലുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്പദ് വ്യവസ്ഥ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഉറപ്പാക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഒരു സമ്പദ് വ്യവസ്ഥ പ്രധാനമായും ഒരു വിശാലമായ സാമൂഹിക വ്യവസ്ഥയിലുള്ള ഒരു ഉപവ്യവസ്ഥയാണ്. ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഉൽപാദനം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവ ഒക്കെ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ പോലുള്ള കൂടുതൽ മൂർത്തമായ ഒരു ഘടനയെ എടുക്കുകയും അതുപോലെ തന്നെ സാമൂഹിക വ്യവസ്ഥകളുടെ അടിസ്ഥാന പ്രവർത്തനപരമായ ആവശ്യകതകളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിശകലനം ചെയ്യുകയൊക്കെ ചെയ്യാമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ കിങ്സ്ലി ഡേവിസ് എന്ന് പറയുന്ന ഒരു ഈ ജെൻഡർ ഡിവിഷൻ ഓഫ് ലേബറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തെന്ന് വെച്ചാല്, സമൂഹം അകാലമോ പരിഷ്കൃതമോ ആകട്ടെ, ഏതൊരു സമൂഹത്തിലും ദുർലഭമായ വസ്തുക്കളുടെ വിഹിതം നിയന്ത്രിക്കുന്ന അടിസ്ഥാന ആശയങ്ങളും മാനദണ്ഡങ്ങളും ചട്ടങ്ങളുമാണ് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നത്. മാത്രമല്ല, ഈ സാമ്പത്തിക വ്യവസ്ഥ എന്ന ആശയം മനുഷ്യൻ ഒരു സാമൂഹിക മൃഗം മാത്രമല്ല, അവൻ ഒരു സാമ്പത്തിക ജീവി കൂടിയാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇനി സാമ്പത്തിക ശാസ്ത്രത്തിലും അതുപോലെ ഈ മേഖലയിൽ കൂടുതൽ താല്പര്യമുള്ള ഒരു കാര്യമാണ് സാമ്പത്തിക ശാസ്ത്രം. ഈ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങിയവയൊക്കെ പ്രധാനമായിട്ടും താല്പര്യം കാണിക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഇവിടെ സാമ്പത്തിക ശാസ്ത്രം എന്നത് ഉൽപാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങളെയാണ് കൂടുതലായിട്ടും പഠിക്കുന്നത്. മാത്രമല്ല, ഇത്തരം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ മനുഷ്യന്റെ ഇടപെടലുകളെയൊക്കെ കുറിച്ചുള്ള പഠനത്തിന് ഒക്കെയാണ് സോഷ്യോളജി കൂടുതൽ ഊന്നൽ നൽകുകയും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ഈ ഒരു സമ്പദ് വ്യവസ്ഥ എന്നത് സ്ത്രീ പുരുഷ വേഷങ്ങൾക്കനുസരിച്ച് ജോലി വിഭജിക്കുന്ന രീതിയെയാണ് സാധാരണയായിട്ട് തൊഴിൽ ലിംഗ വിഭജനം എന്ന് പറയപ്പെടുന്നത്. അതായത് സ്ത്രീ പുരുഷ വേഷങ്ങൾക്കനുസരിച്ച് ജോലി വിഭജിക്കുന്ന രീതിയെയാണ് സാധാരണയായിട്ട് തൊഴിൽ ലിംഗ വിഭജനം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിൽ വിഭജനം എന്നത് രണ്ട് ലിംഗക്കാർക്കും അനുയോജ്യമായി ഉള്ളതാണെന്ന് ഓരോ സമൂഹവും അവർ കരുതുന്ന കാര്യങ്ങളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മിക്ക രാജ്യങ്ങളിലും വീട്ടുജോലികള്, വീട് വൃത്തിയാക്കല്, പാചകങ്ങൾ, അതുപോലെ വസ്ത്രങ്ങള് കഴുകല്, വെള്ളമോ ഇന്ധനമോ എടുക്കുക തുടങ്ങിയ സ്വാശ്രയത്തിനായുള്ള ചെറുകിട കൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടുജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സാധാരണയായി സ്ത്രീകളുടെയോ അല്ലെങ്കിൽ പെൺകുട്ടികളുടെയോ ഒക്കെ ജോലിയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി അവർക്ക് പുറത്ത് കൂലിയുള്ള ജോലിയാണെങ്കിൽ പോലും ഇത്തരം ജോലികളൊക്കെ പെൺകുട്ടികൾക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്കും മാത്രമായിട്ട് നിർണയിക്കപ്പെട്ട ജോലിയായിട്ടാണ് പൊതുവെ കരുതപ്പെടുന്നത്. മറുവശത്ത് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഉപകരണങ്ങളുമായി ഇടപഴകുന്നത് പോലെയുള്ള കൂടുതൽ സാങ്കേതിക ഗൃഹജോലികൾ പരമ്പരാഗതമായ ഒരു പുരുഷന്റെ ജോലിയുമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി ബ്രിട്ടീഷ് പ്രൈമറ്റോളജിസ്റ്റ് ആയിട്ടുള്ള റിച്ചാർഡ് റാങ്കം കാച്ചിങ് ഫയർ തന്റെ പുസ്തകമായിട്ടുള്ള ഹൗ കുക്കിംഗ് മെയ്ഡ് ആസ് ഹ്യൂമൺ എന്ന പുസ്തകത്തിൽ പറയുന്നത്, പാചകം പരിണമിച്ചപ്പോൾ ലിംഗങ്ങൾ തമ്മിലുള്ള തൊഴിൽ വിഭജനം ആരംഭിച്ചിരിക്കാം എന്നാണ്. ഇത് 1 മുതൽ ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1876 മുതലുള്ള പൂർത്തിയാകാത്ത ഒരു ഉപന്യാസത്തിൽ ഫ്രെഡറിക് ഏംഗൽസ് ആണ് ഇതേ ആശയം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. അതുപോലെ തൊഴിൽ
സേനയിലെ ഈ ലിംഗ വിഭജനത്തെ കുറിച്ചുള്ള ചില സാമാന്യവൽക്കരണങ്ങൾ തികച്ചും എന്താണ് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ചില മേഖലകളിലും അല്ലെങ്കിൽ തൊഴിലുകളിലും പുരുഷന്മാരും മറ്റുള്ളവരിൽ സ്ത്രീകളും എന്താണ് ആധിപത്യം പുലർത്തുന്നു. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ സേവനങ്ങളില് സ്ത്രീകളുടെയും അതുപോലെ നിർമ്മാണത്തിൽ പുരുഷന്മാരുടെയും ഏകാഗ്രതയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഉപമേഖല പ്രകാരമാണെങ്കിൽ ഒരു ലിംഗ വിഭജനം കൂടി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതാണ് ഉൽപാദനം എന്നുള്ളത്. ഉദാഹരണത്തിൽ പറയുമ്പോൾ ഇലക്ട്രോണിക്സ്, ഗാർമെന്റ്സ് തുടങ്ങിയ വ്യവസായങ്ങളിൽ കൂടുതൽ സ്ത്രീകളും കാർ വ്യവസായത്തിൽ കൂടുതൽ പുരുഷന്മാരെയും കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇതിനെന്താണ് തൊഴിൽ വേർതിരിവ് എന്നാണ് വിളിക്കുന്നത്. ഇത് സാധാരണയായും അതുപോലെ തിരശ്ചീനമായി ലംബമായിട്ടാണ് വിഭജിക്കപ്പെടുന്നത്. ഈ ലിംഗഭേദത്തിന്റെ പശ്ചാത്തലത്തില് തിരശ്ചീനമായ വേർതിരിവ് എന്നത് എന്താണ്? പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്ത തൊഴിൽ മേഖലയിൽ എത്രത്തോളം സ്ഥിതി ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ സ്ത്രീകൾ സാധാരണയായി കുറഞ്ഞ നൈപുണ്യങ്ങൾ ആവശ്യമുള്ള സേവന മേഖലകളിൽ, അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കൃഷി, നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിലൊക്കെയാണ് കൂടുതലായിട്ടും സേവന മേഖലകളിൽ സേവനപരമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ ഇത്തരം ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതെന്താണ്? തൊഴിൽ പുരോഗതിയുടെ സാധ്യതയെ കുറയ്ക്കുന്ന തരത്തിലുള്ള തൊഴിലുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഇതിന് പലപ്പോഴും കുറഞ്ഞ വേതനം ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ലംബമായ വേർതിരിവ് എന്നത്, അതായത് ഒരേ തൊഴിൽ മേഖലയ്ക്കുള്ളിൽ പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്ത ശ്രേണിപരമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന പരിധിയെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നത് എന്താ വെച്ചാല് ഉയർന്ന സ്ഥാനങ്ങൾ കൂടുന്തോറും ലിംഗവ്യത്യാസം വർദ്ധിക്കും എന്നതാണ്. ഇനി ഈ തൊഴിൽ ലിംഗ വിഭജനത്തിന്റെ ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഏഷ്യയുടെ ചില ഭാഗങ്ങളിൽ സ്ത്രീകൾ റോഡുകൾ പണിയുന്നത് സാധാരണമാണ്. യൂറോപ്പിലാണെങ്കിൽ ഈ റോഡ് നിർമ്മാണം പൊതുവെ പുരുഷന്മാരുടെ ജോലിയായാണ് കാണപ്പെടുന്നത്. രണ്ടാമതായിട്ട് ചില സംസ്കാരങ്ങളിൽ വീട്ടുപയോഗത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്നത് പുരുഷന്മാരുടെ കടമയാണ്. എന്നാൽ മറ്റുള്ളവയിൽ വീട്ടുപകരണങ്ങൾ വാങ്ങുന്നത് സ്ത്രീകൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ബുദ്ധമത സംസ്കാരങ്ങളിൽ പണം കൈകാര്യം ചെയ്യുന്നത് താഴ്ന്ന ഒരു ഇതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ താഴ്ന്ന സാമൂഹിക പദവി കാരണം പണം കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളുടെ ഒരു ഉത്തരവാദിത്തമായാണ് കാണുന്നത്. എന്നാൽ ചില ഇസ്ലാമിക സംസ്കാരങ്ങളിൽ പുരുഷന്മാർക്ക് വീട്ടു സാധനങ്ങൾ നിയന്ത്രിക്കാനും വീട്ടാവശ്യത്തിനുള്ള എല്ലാ വസ്തുക്കളും വാങ്ങാനും കഴിയുമെന്നതാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ ഒരു തൊഴിൽ ലിംഗ വിഭജനം എന്നതിന് കുറച്ച് ഉദാഹരണങ്ങളായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി ഉൽപാദനവും പുനർനിർമ്മാണവും, അതായത് പ്രൊഡക്ഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ എന്താണ് എന്നുള്ളതാണ്. മാർക്സിന്റെ രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര സങ്കല്പങ്ങളിൽ ഒന്നാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് മുതലാളിത്ത ഉൽപാദന രീതിയിൽ അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ വിശകലനത്തിന് പ്രധാന ഭാഗം നീക്കിവെച്ചിരിക്കുന്നത്. പൊതുവെ പുനർനിർമ്മാണം എന്നതുകൊണ്ട് മാർക്സ് അർത്ഥമാക്കുന്നത് ഒരു സമൂഹത്തിൽ ഓരോ ദിവസവും ഒരേ സമയം നടക്കുന്ന ഉൽപാദന പ്രക്രിയയാണ്. ഇനി ലിംഗ പഠനത്തിലെ മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കോണമി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മാർക്സിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കോണമി ഇൻ ജെൻഡർ സ്റ്റഡീസ്, അതായത് മാർക്സിസ്റ്റ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയിൽ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഗാർഹിക ജോലിയെ കുറിച്ചുള്ള ചോദ്യത്തെ അഭിസംബോധന ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മാർക്സിസ്റ്റ് രാഷ്ട്രീയ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് അതിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സാമൂഹിക ഉൽപാദനവും ജീവിതത്തിന്റെ ഭൗതിക ആവശ്യങ്ങള്, ഉൽപാദന മാർഗങ്ങള്, ഉൽപാദന ബന്ധങ്ങൾ എന്നിവയുടെ സാമൂഹിക പുനരുൽപാദനമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഉപയോഗിച്ച ഭൗതിക വസ്തുക്കളെ മാറ്റി സ്ഥാപിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ ഉൽപാദന മൂലധനത്തിന്റെ, അതായത് ഉൽപാദന ഉപാധികള് മൂല്യ തകർച്ചയ്ക്ക് വിധേയമായതും അതുപോലെ തന്നെ അത്രയും ശേഖരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. കൂടാതെ ഭൂതകാലത്തിലെ തൊഴിൽ റോള് അനുഭവങ്ങളെ വർത്തമാന കാലത്തേക്ക് ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പുനർനിർമ്മിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ മാർക്സിസ്റ്റ് സാമ്പത്തിക വിദഗ്ധർ അധ്വാനത്തെ ആത്യന്തിക വിഭാഗമായിട്ട് നിർവചിക്കുകയും അധ്വാനം എന്നത് ഉപയോഗ മൂല്യമോ വിനിമയ മൂല്യമോ സൃഷ്ടിക്കുന്നതായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം എന്നത് വിപണിയിൽ വിനിമയമായ മൂല്യം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന അധ്വാനത്തെയും, അതുപോലെ പുനരുൽപാദനം എന്നത്
വീട്ടിൽ ഉപയോഗമൂല്യം സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന അധ്വാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ പുനരുൽപാദനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്ന പദം ജൈവിക പുനരുൽപാദനത്തെയും അതുപോലെ തന്നെ തൊഴിൽ സേനയുടെ പരിപാലനത്തിന്റെ പുനരുൽപാദനത്തെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഈ ഉപയോഗ മൂല്യത്തിന്റെ ചരക്കുകളും സേവനങ്ങളും ഇതിൽ ഉൾപ്പെടുന്ന ഒന്നാണ്. അതിനാൽ തന്നെ അതായത് ഈ ഗാർഹിക അല്ലെങ്കിൽ കൂടാതെ എന്താ പറയാ, നമ്മൾ ഈ ഉപയോഗിക്കുന്നതിനുള്ള അതായത് ഉടനടി ഉപയോഗിക്കുന്നതിനുള്ള ഗാർഹിക സേവനം, ഗാർഹിക ഉൽപാദനങ്ങള്, അതുപോലെ ചരക്കുകള്, സേവനങ്ങള് തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അതിനാൽ തന്നെ വീട് എന്നത് ഉപഭോഗത്തിന്റെയും അല്ലെങ്കിൽ പുനരുൽപാദനത്തിന്റെയും ഒരു യൂണിറ്റ് ആയാണ് കണക്കാക്കപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ അധ്വാനത്തിന്റെ ലിംഗഭേദം അല്ലെങ്കിൽ ലൈംഗിക വിഭജനം എന്നിവ അധികാരഘടനയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. അധ്വാനത്തിന്റെ ലൈംഗിക വിഭജനം എന്നത് അധികാര ശ്രേണിയുമായും അതുപോലെ ഗാർഹിക ജോലിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സമൂഹത്തിലെ സ്ട്രാറ്റിഫിക്കേഷൻ സംവിധാനങ്ങളും ലിംഗബന്ധങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ഒരു പരസ്പര ബന്ധം മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് ഇത് സഹായിക്കുന്നത്. സാമൂഹിക പുനരുൽപാദന സിദ്ധാന്തങ്ങൾക്ക് രണ്ട് പ്രധാന വർഗീകരണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് എന്താണ്? സ്ത്രീകളുടെ അധ്വാനത്തിന്റെയും അതുപോലെ തന്നെ പ്രത്യുൽപാദനത്തിന്റെയും മേലുള്ള നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ. അതായത് ഭൗതികവാദത്തിൽ രണ്ടാമതായത് പ്രത്യയശാസ്ത്രപരമായ ബന്ധങ്ങള്. അതായത് ഇത്തരം ഒരു നിലയിൽ ലൈംഗികതയെ ലിംഗഭേദത്തിലേക്ക് മാറ്റുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് രണ്ട് പ്രധാനപ്പെട്ട വർഗീകരണങ്ങളാണ് സാമൂഹിക പുനരുൽപാദനത്തിനുള്ളത്. അതായത് ഒന്നാമത്തേത് ഭൗതികവാദത്തിലും അതുപോലെ രണ്ടാമത്തേത് പറയുന്നത് പ്രത്യയശാസ്ത്രപരമായ കാര്യത്തിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ സാഹചര്യത്തിലും തീർച്ചയായും സ്ത്രീകളുടെ അടിച്ചമർത്തൽ നിർവചിക്കുന്നതില് പ്രത്യുൽപാദനത്തിന്റെ സാമൂഹിക ബന്ധങ്ങൾക്കാണ് കൂടുതലായിട്ടും മുൻഗണന നൽകുന്നത്. ഇവ ഉൽപാദന സ്ഥാപനങ്ങൾക്ക് പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ അത് പ്രവർത്തനപരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ സ്ത്രീകളുടെ സ്ഥാനത്തിന്റെ പ്രത്യേകത പ്രത്യുൽപാദന ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി മനസ്സിലാക്കപ്പെടുകയും ചെയ്യുന്നു. സാമ്പത്തികമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിലെ ഭൂരിഭാഗം സ്ത്രീകളും കുടുംബത്തിന്റെ നിലനിൽപ്പിനായിട്ടുള്ള കഠിന തൊഴിലുകളിൽ ഏർപ്പെടുന്നു എന്നാണ് ഈ സാമൂഹിക യാഥാർത്ഥ്യത്തിൽ നിർണയിക്കപ്പെടുന്നത്. ഇനി എന്താണ് ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ സ്ത്രീ തൊഴിൽ? അതായത് ഫീമെയിൽ ലേബർ ഇൻ ദ എറ ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ തൊഴിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ സമയത്ത് ലോകവ്യാപകമായിട്ട് വ്യാപാരവും അതുപോലെ സാമ്പത്തികവുമുള്ള ബന്ധങ്ങളൊക്കെ കൂടുതലായിട്ടും വ്യാപിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ ഗ്ലോബലൈസേഷൻ എന്നത് സ്ത്രീകളുടെ തൊഴിൽ സ്ഥിതിയെ പല വിധമായിട്ടായിരുന്നു ബാധിച്ചിരുന്നത്. ആഗോളവൽക്കരണം കൂടുതലും സാമ്പത്തിക അവസരങ്ങളാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ വ്യാപാര വിനിമയ സാങ്കേതിക വിദ്യകളുടെ വ്യാപനവും, അതായത് ICT പോലുള്ള കാര്യങ്ങളുടെ വ്യാപനവും സാമ്പത്തിക അവസരങ്ങളിലേക്കുള്ള സ്ത്രീകളുടെ പ്രവേശനവും വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരുടേതിനെ അപേക്ഷിച്ച് അവരുടെ വേതനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഈ ആഗോള ലോകവുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങള് കൂടുതലും ലിംഗസമത്വത്തിനായിട്ടുള്ള പ്രവർത്തനത്തിനുള്ള പ്രോത്സാഹനങ്ങളെയൊക്കെ ശക്തിപ്പെടുത്തി. അപ്പൊ അത്തരം അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഘടകങ്ങളെ, ഒരു 3 ഘടകങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒരു സംയോജിത ലോകത്ത് ലിംഗ അസമത്വം കൂടുതൽ ചെലവേറിയതായിരുന്നു. കാരണം അത് രാജ്യാന്തര തലത്തിൽ മത്സരിക്കുന്നതിനുള്ള ഒരു രാജ്യത്തിന്റെ കഴിവിനെ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാജ്യം സ്ത്രീ തീവ്രമായ ചരക്കുകളിലും സേവനങ്ങളിലും വൈദഗ്ധ്യം നേടുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി പറയുന്നത് വിവേചനത്തിനെതിരായിട്ടുള്ള ഉടമ്പടികൾ അംഗീകരിക്കാൻ അന്താരാഷ്ട്ര സമപ്രായക്കാരുടെ സമ്മർദ്ദം എന്നത്തെക്കാളും കൂടുതൽ രാജ്യങ്ങളെ നയിച്ചു എന്നാണ് പറയുന്നത്. മൂന്നാമതായി പറയുന്നത് വർദ്ധിച്ചു വരുന്ന മാധ്യമ പ്രക്ഷേപണവും അതുപോലെ തൊഴിലാളികളെ മെച്ചപ്പെട്ട രീതിയിൽ പരിഗണിക്കുന്നതിനുമുള്ള ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും ബഹുരാഷ്ട്ര കമ്പനികളുടെ ന്യായമായ വേതനത്തിലേക്കും സ്ത്രീകളെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളിലേക്കും തള്ളിവിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആഗോളവൽക്കരണം എന്നതിന് നിരവധി ഘടകങ്ങളുണ്ട്. അതിൽ ഒരു 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മളിവിടെ
പറഞ്ഞത്. ഇനി ആഗോളവൽക്കരണം ലിംഗപരമായ റോളുകളും മാനദണ്ഡങ്ങളും മാറ്റുന്നു എന്നാണ് പറയുന്നത്. അതായത് ടെലിവിഷന് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എന്നിവയിലൂടെയൊക്കെ എന്താണ് പ്രാഥമികമായ വിവരങ്ങളിലേക്കുള്ള വർദ്ധിച്ച ആക്സസ് കൊണ്ടുവരുന്നു. അതായത് മറ്റ് സ്ഥലങ്ങളിലെ സാമൂഹിക സ്വഭാവങ്ങളെ കുറിച്ച് പഠിക്കാൻ ഇത്തരം ഒരു ടെലിവിഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൂടെ എന്താണ് ധാരണകൾ മാറ്റാനും കൂടുതൽ എന്താണ് സമത്വ മനോഭാവം സ്വീകരിക്കാനും ഒക്കെ കഴിയുമെന്നാണ് പറയുന്നത്. ഈ ആഗോളവൽക്കരണത്തിന് ലിംഗസമത്വത്തിന് കൂടുതൽ സംഭാവന നൽകാനുള്ള കഴിവുണ്ട്. എന്നിരുന്നാൽ കൂടിയും എന്താണ് പൊതുനയത്തിന്റെ അഭാവത്തിൽ ആഗോളവൽക്കരണത്തിന് മാത്രം ലിംഗ അസമത്വം അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല. ഏജൻസിയിലും പല രാജ്യങ്ങളിലും നിരവധി സ്ത്രീകൾക്ക് എന്താണ് സാമ്പത്തിക അവസരങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് ഗണ്യമായിട്ടുള്ള വർധനം ഉണ്ടായിരുന്നിട്ടും ചില മേഖലകളിൽ എന്താണ് വലിയ ലിംഗവിടവുകളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. സാമ്പത്തിക അവസരങ്ങളിലേക്കുള്ള പ്രവേശനത്തിലെ ലിംഗപരമായ ഈ ഒരു വിടവ് നികത്താൻ എന്താണ് പൊതുപ്രവർത്തനം ആവശ്യമായിട്ട് വരുമെന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ മാത്രമേ ഇത്തരം ഒരു പൊതു പ്രവർത്തനങ്ങൾ വന്നാൽ മാത്രമേ ആഗോളവൽക്കരണത്തിന്റെ സാധ്യതകളെയൊക്കെ കൂടുതൽ ലിംഗസമത്വത്തിനായിട്ടുള്ള ശക്തിയായി രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് സ്ത്രീ തൊഴിലാളികളുടെ അനൗപചാരിക വൽക്കരണം, അതായത് ഇൻഫോർമലൈസേഷൻ ഓഫ് ഫീമെയിൽ ലേബർ എന്താണ് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായിട്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ വർധനവും ഫെർട്ടിലിറ്റി നിരക്കിന്റെ ഇടിവും ലോകത്തെ ശമ്പളമുള്ള തൊഴിൽ സേനയിൽ സ്ത്രീകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തത്തിന് കാരണമായി. എന്നാൽ എന്താണ് ഇന്ത്യയിൽ എന്താണ് അങ്ങനെ ആയിരുന്നില്ല. തൊഴിൽ ശക്തിയുടെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ശതമാനം ഉയരുമ്പോൾ ഇതിനെ എന്താണ് തൊഴിൽ ശക്തിയുടെ അനൗപചാരിക വൽക്കരണം എന്ന് വിളിക്കുന്നു. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ 2018-19 അനുസരിച്ച് എന്താണ് 15 വയസ്സ് മുകളിലുള്ള സ്ത്രീകൾക്കിടയിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് LFPR ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയായിരുന്നു 26.4%, നഗരപ്രദേശങ്ങളിൽ അത് 20.4%മാണ് ഉണ്ടായിരുന്നത്. ഇത് സ്ത്രീകളും പെൺകുട്ടികളും അഭിമുഖീകരിക്കുന്ന ആഴത്തിലുള്ള അസമത്വങ്ങളെ കൂടുതൽ വഷളാക്കുകയും അതുപോലെ ലിംഗസമത്വത്തിലേക്കുള്ള വർഷങ്ങളുടെ പുരോഗതിയെ ഇല്ലാതാക്കുകയുമാണ് ചെയ്തത്. അതായത് അനൗപചാരികവൽക്കരണം എന്താണ് സ്ത്രീകളും പെൺകുട്ടികളും അഭിമുഖീകരിക്കുന്ന ആഴത്തിലുള്ള അസമത്വങ്ങളെയൊക്കെ കൂടുതൽ വഷളാക്കുകയും ലിംഗസമത്വത്തിലേക്കുള്ള വർഷങ്ങളുടെ പുരോഗതിയെ ഇല്ലാതാക്കുകയൊക്കെയാണ് ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് വനിതാ തൊഴിലാളി പങ്കാളിത്തം, അതായത് വുമൺസ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്താണ്. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയിലെ തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം എന്നത് ഏറ്റവും താഴ്ന്ന നിലയിലാണ് കാണപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ സ്ത്രീ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 2011-12 ഏകദേശം 31% 2017-18 23% കുറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. സ്ത്രീകളുടെ ഈ ഒരു LFPR 11% ഇടിഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൊക്കെയാണ് ഈ ഒരു ഇടിവ് രൂക്ഷമായിട്ട് കാണപ്പെട്ടത്. ഇതെന്താണ് തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറയുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. അതുപോലെ ജോലിയിൽ പങ്കെടുക്കാനുള്ള പരിമിതികൾ ഉൾപ്പെടുന്ന സങ്കീർണമായ ഘടകങ്ങളിൽ നിന്നാണ് ഇത്തരം ഒരു ഇടിവൊക്കെ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ വീടിന് പുറത്തു പോയി ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ സാമൂഹിക സ്വീകാര്യതകള് കുറവായിരുന്നു. അതായത് വീടിന്റെ പുറത്തു പോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്താണ് സമൂഹത്തില് ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നും ഒരു എന്താണ് അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്ന ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമതായി വരുന്നത് സുരക്ഷിതമായ ജോലി സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ അഭാവമാണ്. അതായത് അന്നത്തെ കാലത്ത് എന്താണ് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വമില്ലാത്ത അതായത് ഒരു പെട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നത് കൊണ്ട് തന്നെ എന്താണ് സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള കാലഘട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സുരക്ഷിതമായ ജോലി സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിന്റെ അഭാവം അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് വരുന്നത് എന്താണ് ദാരിദ്ര്യവും അസമവുമായ വേതനത്തിന്റെ വ്യാപകമായ വ്യാപനം. നാലാമതായി വരുന്നത് മാന്യവും അനുയോജ്യവുമായ ജോലികളുടെ കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിന് ഉദാഹരണമായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്.
അതിനാൽ തന്നെ ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ത്രീകളും ഗ്രാമീണ അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ ഉപജീവന തലത്തിലുള്ള ജോലിയിലൊക്കെ ആയിരുന്നു ഏർപ്പെട്ടിരുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സുരക്ഷിതമല്ലാത്ത ജോലി സ്ഥലം അല്ലെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തു പോയി ജോലി ചെയ്യുന്നവർക്ക് എന്താണ് സമൂഹത്തിൽ സ്വീകാര്യത ഇല്ലായ്മ, ഇത്തരം ഒരു കാര്യങ്ങളൊക്കെ എന്താണ് സ്ത്രീകളുടെ ഭൂരിഭാഗം സ്ത്രീകളും, അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സ്ത്രീകളും എന്താണ് കുടുംബത്തിന്റെ അതായത് ഗ്രാമീണ അല്ലെങ്കിൽ കാർഷിക ഉപജീവന മേഖലയുമായിട്ടുള്ള ജോലിയിലൊക്കെ ആയിരുന്നു കൂടുതലും ഏർപ്പെട്ടിരുന്നത്. നഗരപ്രദേശങ്ങളിലെ എന്താണ് ഗാർഹിക സേവനം, ചെറിയ ഒരു ഹോം അധിഷ്ഠിത നിർമ്മാണം തുടങ്ങിയ കുറഞ്ഞ ശമ്പളമുള്ള ജോലികളിലാണ് കൂടുതലായും നഗരപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇനി ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണം, അതായത് ഫെമിനൈസേഷൻ ഓഫ് പോവർട്ടി എന്താണ് എന്നുള്ളതാണ്. തിബോസ്, ലാവിൻ ലൂക്കസ്, മാർട്ടിൻ എന്നിവർ അവകാശപ്പെടുന്നത് എന്താണ്? പുരുഷന്മാരെക്കാൾ വളരെ ഉയർന്ന നിരക്കിൽ സ്ത്രീകൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന പ്രതിഭാസത്തിന് നൽകിയ പദമാണ് ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണം എന്നതാണ്. 1970-കളിലാണ് ഈ ഒരു ആശയം ഉടലെടുത്തത്. ജെ മാക്ഡൊണാൾഡ് വില്യം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഭിപ്രായത്തില് ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണം എന്നത് അത് ഒരു ചർച്ചാ വിഷയവും അതുപോലെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾക്ക് വിധേയവുമാണ് എന്നതാണ്. എന്നിരുന്നാൽ കൂടിയും എന്താണ് ഒരു അമേരിക്കൻ ഗവേഷകനായ ഡയാന പിയേഴ്സ് 1978 തന്റെ രാജ്യത്ത് മാത്രമല്ല ആഗോളതലത്തിലും ദാരിദ്ര്യം അനുഭവിക്കുന്ന നിരവധി സ്ത്രീകളെ കുറിച്ച് പഠിച്ചതിനു ശേഷമാണ് ഈ ഒരു വാചകം ഉപയോഗിച്ചത്. അപ്പോ ഇത്തരം ആളുകളൊക്കെ എന്താണ് ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണം എന്ന പദത്തെ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു. ഇനി ഈ ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണത്തിന്റെ കാരണങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ എന്താണ് സ്ത്രീകളുടെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന നിരവധി കാരണങ്ങൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കായിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് ഫണ്ട് UN വുമൺ എന്ന ആ ഒരു സ്ത്രീകൾക്ക് ഉയർന്ന ദാരിദ്ര്യ നിരക്ക് വിശദീകരിക്കാൻ കഴിയുന്ന ചില പ്രധാന മാർഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഈ സ്ത്രീകൾക്കായിട്ടുള്ള ഈ തരത്തിലുള്ള യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് ഫണ്ട് അതെന്താണ് ഈ സ്ത്രീകളുടെ ദാരിദ്ര്യത്തിന്റെ നിരക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമതായി വരുന്നതാണ് സ്ത്രീകളുടെ അധ്വാനം പലപ്പോഴും എന്താണ് കുടുംബ പരിപാലനം, വീട്ടുജോലികൾ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നതാണ്. അതായത് അവർക്ക് കൂലി ലഭിക്കാത്ത ജോലി എന്നുള്ളതാണ്. വികസ്വര രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്ന സ്ത്രീകള് അവരുടെ കുടുംബങ്ങളുടെയും ഗ്രാമങ്ങളുടെയും ഉപജീവന മാർഗത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടുഭൂമിയിലെ കാർഷിക തൊഴിലുകളിലൊക്കെയാണ് പങ്കെടുത്തിരുന്നത്. അപ്പൊ ഇത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് എന്താണ് ശമ്പളമുള്ള ജോലിയെ ചെലവഴിക്കാനുള്ള സമയം എന്താണ് കുറവായിരുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പുരുഷ എതിരാളികളെക്കാൾ കൂടുതൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയൊരു വരുമാനമാണ് നേടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ എന്താണ് വീടുകളിൽ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവവും വ്യത്യസ്തമായിരുന്നു. ഇനി രണ്ടാമതായി വരുന്നത് തൊഴിലവസരങ്ങൾ പരിമിതമാവുമ്പോൾ എന്താണ് സ്ത്രീകൾക്ക് ജോലികൾ കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് മറ്റു മേഖലകളിലേക്ക് കയറി ചെല്ലേണ്ടി വന്നേക്കാം എന്നുള്ളതാണ്. എന്നിരുന്നാൽ കൂടിയും എന്താണ് ഒരു സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ അവളുടെ താമസ സ്ഥലത്ത് നിന്ന് വളരെ അകലെയുള്ള ഒരു ജോലി പിന്തുടരാനായിട്ട് കഴിഞ്ഞേക്കില്ല. അപ്പൊ അങ്ങനെ അവൾക്ക് അവസരങ്ങളിലേക്കുള്ള പ്രവേശനക്ഷമതയും കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് അവളുടെ മക്കൾക്ക് എന്താണ് വിദ്യാഭ്യാസം കുറയുന്നതിലേക്കും അവളുടെ മക്കളുടെ അവസരങ്ങൾ ലഭിക്കാത്തതിലേക്കും ഒക്കെ ആണ് നയിക്കുന്നത്. അപ്പൊ സാധാരണയായി ദാരിദ്ര്യത്തിന്റെ ഒരു ചക്രം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ശാശ്വതമായ രീതിയിലാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമതായി പറയുന്നത് ചെറുകിട അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത സംരംഭങ്ങളിൽ നടക്കുന്നതും സർക്കാർ നിയന്ത്രണങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതുമായിട്ടുള്ള അനൗപചാരിക തൊഴിലുകളുടെ രൂപങ്ങൾ ആകാനുള്ള സാധ്യത പുരുഷന്മാരെക്കാൾ സ്ത്രീകളുടെ ജോലിയാണ് എന്നുള്ളതാണ്. അതായത് അധ്യാപനം, കുട്ടികളെയും പ്രായമായവരെയും പരിപാലിക്കുക, ഗാർഹിക സേവനം തുടങ്ങിയ പ്രത്യേക തരത്തിലുള്ള ജോലികളുമായി സ്ത്രീകൾ എന്താണ് പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്തരം ജോലികൾക്ക് എന്താണ് സ്ഥിരതയും സുരക്ഷിതത്വവും ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പൊ അതിനാൽ തന്നെ ചൂഷണവും മോശം വേതനവും ആണെങ്കിലും ജോലി നഷ്ടപ്പെടുന്ന ഭയം കാരണം കൊണ്ട് അവരെന്താണ്
ഈ ഒരു അവസ്ഥയിലൊക്കെ നിശബ്ദത പാലിക്കുകയും അങ്ങനെ ആ ജോലികളിൽ തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നാലാമതായി പറയുന്നത് എന്താണ്? സ്ത്രീകൾ കുടുംബാംഗങ്ങളെ പരിചരിക്കുന്നതും മറ്റു പല വീട്ടുവക ഉപാധി നിർവഹിക്കുന്നതും അടങ്ങുന്ന ഉത്തരവാദിത്തങ്ങൾ പലപ്പോഴും അപ്രത്യക്ഷമായ അനവധി ജോലി എന്ന നിലയിലാണ് കണ്ടുവരുന്നത്. ഇതിന് എന്താണ് പൊതുവെ പ്രാമുഖ്യം കുറവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഔപചാരിക വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ പരിശീലനമോ ആവശ്യമായിട്ടുള്ള ഒരു ജോലി സ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള ജോലികൾക്ക് എന്താണ് പ്രാമുഖ്യം വളരെ കുറവാണ്. അപ്പൊ സ്ത്രീകള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ജോലികൾ ഏറ്റെടുക്കുന്ന പക്ഷം അവർക്ക് വേണ്ട കുടുംബ പിന്തുണകൾ സാധാരണയായിട്ട് എന്താണ് ലഭിക്കാറില്ല. അപ്പൊ ഇത് പലപ്പോഴും എന്താണ് സ്ത്രീകളുടെ ധൈര്യത്തിനും അവരുടെ അവസരങ്ങളൊക്കെ നേടാനുള്ള സ്വാതന്ത്ര്യത്തിനും എന്താണ് തടസ്സമാകുന്നതാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം സ്ത്രീകളുടെ തൊഴിൽ മേഖലയിൽ എന്താണ് നിക്ഷിപ്തതയെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. കൂടാതെ എന്താണ് കുടുംബത്തിന്റെ ഭാരവും പൊതുവെ അവരുടെ മേൽ തന്നെയാണ് ചുമത്തപ്പെടുന്നത്. അഞ്ചാമതായി വരുന്നത് യുദ്ധങ്ങളും സംഘർഷങ്ങളും അനുഭവപ്പെട്ട കാലങ്ങൾക്ക് ശേഷം പുരുഷന്മാരുടെ ഉയർന്ന മരണനിരക്ക് ഏകമാതൃത്വമുള്ള കുടുംബങ്ങളുടെ എണ്ണത്തിന്റെ വർധനവിന് ദീർഘകാല കാരണമായിരുന്നു. അതായത് യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ നടക്കുമ്പോൾ കൂടുതലായിട്ട് എന്താണ് പുരുഷന്മാരുടെ മരണനിരക്ക് ഉയരുന്നു. അപ്പോ ഇത്തരം മരണങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് വീട്ടിലെ സ്ത്രീകള് ഒറ്റപ്പെട്ടു പോകുന്നു. അതായത് ഏകമാതൃത്വമൊക്കെ അനുഭവിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പൊ അത്തരത്തിലുള്ള കുടുംബങ്ങളുടെ എണ്ണങ്ങൾ എന്താണ് കൂടുതലായിട്ടും വർദ്ധിച്ചു വരുന്ന അതിന്റെ വർധനവിന് ഒരു കാരണമായിരുന്നു. അപ്പൊ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ എന്താണ് വിവാഹമോചനം സാധാരണമായും അല്ലെങ്കിൽ ചില സ്ത്രീകൾ വിവാഹിതരാകാൻ തിരഞ്ഞെടുക്കാത്തത് മൂലം പല സ്ത്രീകളും ഏകമാതൃത്വം വഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അവരുടെ ഏക വരുമാനത്തിൽ മാത്രം കേന്ദ്രീകരിച്ച ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ചുമതല എന്താണ് വഹിക്കേണ്ടി വരുന്ന ഇത്തരം ഒരു സാഹചര്യങ്ങള് സ്ത്രീകളുടെ ജീവിതത്തിൽ എന്താണ് വലിയ വലിയ ആഘാതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ആറാമതായിട്ട് വരുന്നത് പഠനം നിർബന്ധമില്ലാത്ത രാജ്യങ്ങളിലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യങ്ങളിലും ഉയർന്ന പ്രാവീണ്യമുള്ള തൊഴിൽ മുഖേന സാമ്പത്തിക പുരോഗതി നേടുന്നത് സ്ത്രീകളും അവരുടെ കഴിവുകളും മെച്ചപ്പെടുത്തുവാനും അതുപോലെ വിദഗ്ധത വികസിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ പോലും എന്താണ് കൂടുതൽ അവസരങ്ങൾ അവരുടെ മുന്നിൽ അടഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവരുടെ സാമ്പത്തികവും സാമൂഹികവും ജീവിത നിലവാരവും ഉയർത്താൻ വേണ്ടിയിട്ട് അവര് എന്താണ് വലിയ വലിയ വെല്ലുവിളികളെയാണ് നേരിടുന്നത്. ഏഴാമതായിട്ട് വരുന്നത് വേതനം, ആനുകൂല്യങ്ങള്, സ്വത്തവകാശം മുതലായവയിലൊക്കെ സ്ത്രീകള് അസമത്വത്തിന് വിധേയരാകുന്നു എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണം വരുമാനമില്ലായ്മയുടെ അനന്തരഫലം മാത്രമല്ല, പിന്നെ എന്താണ് സമൂഹങ്ങളിലും സർക്കാരുകളിലും നിലവിലുള്ള അവസരങ്ങളുടെ നഷ്ടത്തിന്റെ ലിംഗ പക്ഷപാതങ്ങളുടെയും ഒക്കെ ഫലമായിട്ടാണ് ഇത്തരം ഈ ഒരു ദാരിദ്ര്യത്തിന്റെ സ്ത്രീവൽക്കരണം എന്നത് കണ്ടുവരുന്നത്. അപ്പൊ ഈ ദാരിദ്ര്യത്തിന് എന്താണ് നിരവധി മാനങ്ങളും ഉണ്ട്. അത് എന്താണ് സാമ്പത്തിക ശാസ്ത്രം, ജനസംഖ്യാശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളുടെ പരിധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഈ രൂക്ഷമായിട്ടുള്ള അസമത്വത്തിന് കാരണമാവുന്ന ഘടകങ്ങളെ പുനഃക്രമീകരിക്കുന്നതിൽ എന്താണ് കാര്യമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള സാമ്പത്തിക വിഭജനം എന്താണ് വർദ്ധിക്കുന്നതനുസരിച്ച് പ്രശ്നങ്ങളൊക്കെ എന്താണ് കൂടുതൽ വഷളാവുകയേ ചെയ്യൂ എന്നാണ് ഈ ഒരു സ്ത്രീവൽക്കരണത്തിലൂടെ പറയുന്നത്. ഇനി ലാസ്റ്റ് അതായത് അവസാനമായിട്ട് പറയുന്നത് എന്താണ് ലിംഗാധിഷ്ഠിത തൊഴിൽ വേർതിരിവ് എന്നുള്ളതാണ്. ജെൻഡർ ബേസ്ഡ് സെഗ്രിഗേഷൻ ഓഫ് ജോബ്സ്. അതായത് ഈ ഒരു പദം എന്നത് തൊഴിൽ ഘടനയിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൂടുതൽ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലൈംഗികതയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള തൊഴിൽ വേർതിരിവ് എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. അതായത് നമ്മളെ ഈ ഒരു പാഠഭാഗത്തിന്റെ ടൈറ്റിൽ അത് തന്നെയാണ്. അതായത് എന്താണ് ലിംഗാധിഷ്ഠിത തൊഴിൽ വേർതിരിവ് എന്ന് പറയുന്നത് എന്താണ് ലൈംഗികതയെ അടിസ്ഥാനമാക്കിയുള്ള തൊഴിൽ വേർതിരിവാണ്. അപ്പൊ ഇതിനെ പ്രധാനമായിട്ടും എന്താണ് രണ്ട് രൂപങ്ങളാണ് ഉള്ളത്. അതായത് ലംബമായിട്ടുള്ള വേർതിരിവ്, ഒന്നാമത്തത് വെർട്ടിക്കൽ സെഗ്രിഗേഷൻ എന്നത്. ഇത് തൊഴിലധിഷ്ഠിത ശ്രേണികളുടെ മുകളിലുള്ള പുരുഷന്മാരുടെയും താഴെയുള്ള സ്ത്രീകളുടെയും
ക്ലസ്റ്ററിങ്ങിനെ വിവരിക്കുന്നു. ഇനി രണ്ടാമതായി വരുന്നത് തിരശ്ചീന വേർതിരിവ്, അതായത് ഹൊറിസോണ്ടൽ സെഗ്രിഗേഷൻ എന്നത്. അതായത് ഇതിൽ എന്ത് പറയുന്നത്, ഒരേ തൊഴിൽ തലത്തിൽ, അതായത് ഒരേ തൊഴിൽ തലത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണ് വ്യത്യസ്തമായ തൊഴിൽ ചുമതലകൾ ഉണ്ടെന്ന വസ്തുതയാണ് ഈ ഒരു ഹൊറിസോണ്ടൽ സെഗ്രിഗേഷനിലൂടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ ഈ സമൂഹത്തില് നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പൊരുൾപരമായിട്ടുള്ള തത്വങ്ങളും പഴമകളും ഒക്കെയാണ് ഈ ഒരു വേർതിരിവിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ തന്നെ ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്ന ഒരു പേപ്പർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്, ഒരു ജെൻഡർ എന്നതിനെ തരം തിരിക്കുന്നത് അവിടുത്തെ സമൂഹത്തിന്റെ ആ ഒരു കാര്യങ്ങളിലൂടെയാണ്. സമൂഹമാണ് ഒരു ജെൻഡർ, ഒരു സ്ത്രീയാണോ അല്ലെങ്കിൽ ഒരു പുരുഷനെ സൃഷ്ടിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ പഴയ തരത്തിലുള്ള അത്തരം ആ ഒരു പീരീഡിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അനന്തര ഫലമായിട്ടാണ് ഇത്തരം ഒരു തൊഴിൽ വിഭജനങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പുരുഷൻ കടുത്ത ശരീര ശ്രമം ആവശ്യമുള്ള ജോലികൾ ചെയ്യണം. അതുപോലെ സ്ത്രീകൾ മനോനൈപുണ്യം, പരിചരണത്തിന്റെ ജോലികൾ തുടങ്ങിയവയൊക്കെ ചെയ്യണം എന്ന വ്യവസ്ഥിതിയാണ് ഇത്തരത്തിലുള്ള ആ ഒരു അനുമാനങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പുരുഷന്മാർ സൈന്യം, അതുപോലെ കെട്ടിട നിർമ്മാണം പോലുള്ള ജോലികളിലാണ് കൂടുതലും കാണപ്പെടുന്നത്. അതുപോലെ സ്ത്രീകൾ നേഴ്സിംഗ്, അധ്യാപനം പോലുള്ള ജോലികളിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ലിംഗവ്യത്യാസത്തിന്റെ പേരിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് കുറഞ്ഞ ശമ്പളമാണ് പല മേഖലകളിലും ലഭിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ഇത് അവരുടെ സാമ്പത്തിക സ്വതന്ത്രത്തെ വളരെയധികം പ്രഭാവിതമാക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ലിംഗാധിഷ്ഠിതപരമായിട്ടുള്ള തൊഴിൽ വേർതിരിവ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ എല്ലാവരും ഒരുപോലെ തന്നെ പങ്കാളികളാകണം എന്നാണ് പറയുന്നത്. അതുപോലെ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ട് തന്നെ ഓരോ രംഗത്തും സജീവമായി പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു തൊഴിൽ മേഖലയിലാണെങ്കിലും അല്ലെങ്കിൽ സാമ്പത്തിക മേഖലകളിലാണെങ്കിലും ഒക്കെ തന്നെ സത്യസന്ധമായിട്ടുള്ള ഒരു പുരോഗതി സാധ്യമാകുന്നു എന്നാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് പൊതുവായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ താങ്ക് യു.